പ്രധാനമന്ത്രി മോദിക്കും അമ്മയ്ക്കുമെതിരായ പരാമർശത്തിനെതിരെ ബീഹാറിൽ NDA പ്രഖ്യാപിച്ച ബന്ദ് തുടങ്ങി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാമർശം പ്രചരണ വിഷയമാക്കും എന്നുള്ളത് ഉറപ്പാണ്. അതിൻ്റെ ഒരു മുന്നോടിയായിട്ടാണ് ഈ ബന്ദ്. സ്ത്രീകളുടെ പിന്തുണ നേടാനാകുമെന്ന വിലയിരുത്തലിലാണ് BJP. അമിത്ഷായുടെ നേതൃത്വത്തിൽ ചേർന്ന ബീഹാർ കോർ കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനം. വികസന നേട്ടങ്ങളും RJDയുടെ അഴിമതി രാഷ്ട്രീയവും ബീഹാറിലെ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാക്കാനും തീരുമാനമുണ്ട്. സുനിൽ, ഈ വോട്ട് അധികാർ യാത്രയുടെ വലിയ ഒരു പ്രഭാവം രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും അവിടെയുണ്ട്. അത് ബീഹാറിനെ ചെറുതല്ലാത്ത വിധം പിടിച്ചുലയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. അത് NDAക്ക് ചെറിയ ആശങ്കയും ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ഈ വോട്ടധികാർ യാത്ര കൊണ്ടുവന്ന തരംഗത്തെ മറികടക്കാൻ വേണ്ടിയാണോ ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ പേരിൽ എന്ന് പറയപ്പെടുന്ന രീതിയിലുള്ള ഈ നരേന്ദ്രമോദിക്കും അമ്മയ്ക്കുമെതിരെയിട്ടുള്ള പരാമർശങ്ങളൊക്കെ വലിയ രീതിയിൽ പ്രചരണ വിഷയമാക്കാൻ പോകുന്നത്? അത് ഈ തെരഞ്ഞെടുപ്പിൽ സ്ത്രീ വോട്ടർമാരെ തങ്ങൾക്കൊപ്പം നിർത്തുമെന്ന കണക്കുകൂട്ടലിലാണോ NDA? ഇന്നത്തെ ബന്ദ് അതിൻ്റെ ഒരു സൂചനയാണോ സുനിൽ? അരുൺ, തീർച്ചയായും അങ്ങനെ ഒരു വലിയ രാഷ്ട്രീയ നീക്കത്തിനാണ് BJP ശ്രമിക്കുന്നത്. ഇന്നലെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ബീഹാറിലെ കോർ കമ്മിറ്റി യോഗം ദില്ലിയിൽ ചേർന്നിരുന്നു. ആ യോഗത്തിലാണ് ഇങ്ങനെ ഒരു വലിയ നീക്കത്തിന് BJP തീരുമാനിച്ചത്. ഏതായാലും ഇന്ന് 5 മണിക്കൂർ സമയമാണ് ഈ ഒരു ബന്ദ് ബീഹാറിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. രാവിലെ 7 മണി മുതൽ 12 മണി വരെ ഈ ബീഹാറിൽ നടക്കുന്ന ഈ ബന്ദിന് നേതൃത്വം നൽകുന്നത് ബീഹാറിലെ വനിതാ നേതാക്കളാണ്, NDAയുടെ വനിതാ നേതാക്കൾ. അപ്പോൾ ഈ വനിതാ നേതാക്കളെ മുന്നിൽ നിർത്തിക്കൊണ്ട് പ്രധാനമന്ത്രിയുടെ അമ്മയെ കോൺഗ്രസും RJDയും അപമാനിച്ചു എന്ന് ചൂണ്ടിക്കാണിച്ചുള്ള വലിയൊരു പ്രചരണം നടത്തുക, ഇതൊരു വലിയ രാഷ്ട്രീയ പ്രചരണമാക്കി മാറ്റുക. ഏതായാലും രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ബീഹാറിൽ നടന്ന വോട്ടർ അധികാർ റാലി വലിയ ചലനം തന്നെ ബീഹാറിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ പ്രതിരോധത്തിലായി BJP എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ ഈ ഒരു വിഷയം ഉയർത്തിക്കൊണ്ട് അതിനെ മറികടക്കാനുള്ള നീക്കമാണ് ഏതായാലും ഇപ്പോൾ BJP നടത്തുന്നത്. ഏതായാലും ഈ ദർഭംഗയിൽ നടന്ന ഒരു പരിപാടിയിൽ രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും ഒക്കെ തന്നെ പോയ ശേഷം ഒരു രാജ എന്നറിയപ്പെടുന്ന റഫീഖ് എന്ന ആളാണ് ഇങ്ങനെ പ്രധാനമന്ത്രിയുടെ അമ്മയെ അപമാനിക്കുന്ന തരത്തിൽ ഒരു മുദ്രാവാക്യം മുഴക്കി എന്നാണ് ഒരു ആരോപണം ഉയർന്നത്. ഈ വിഷയത്തിൽ അദ്ദേഹത്തെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അയാളും കോൺഗ്രസും അല്ലെങ്കിൽ RJDയുമായി എന്തെങ്കിലും ഒരു ബന്ധമില്ല, ആ ഒരു വ്യക്തിക്കും ഈ ഒരു സമരത്തിനും ഈ ഒരു വോട്ടർ അധികാർ റാലിക്കും എന്തെങ്കിലും ഒരു ബന്ധമില്ല എന്ന് കോൺഗ്രസും RJDയും ഒക്കെ തന്നെ വ്യക്തമാക്കിയ സാഹചര്യമൊക്കെ തന്നെയുണ്ട്. ഏതായാലും ഈ വിഷയത്തിൽ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ടാകാം എന്നൊക്കെ കോൺഗ്രസ് ആരോപിക്കുന്നുണ്ട്. അതേസമയം ഇതിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ തന്നെ മണിപ്പൂർ വിഷയം ഉയർത്തിക്കൊണ്ട് മറ്റ് രാജ്യത്ത് സ്ത്രീകൾക്കെതിരായ അതിക്രമം ഉയർത്തിക്കൊണ്ട് ഈ പ്രധാനമന്ത്രിയുടെ അമ്മയെ അപമാനിച്ചു എന്ന BJPയുടെ പ്രചരണത്തെ ശക്തമായി എതിർത്തുള്ള പ്രചരണവും വളരെ ശക്തമായി തന്നെ നടക്കുന്നുണ്ട്. ഏതായാലും ഇതൊരു രാഷ്ട്രീയ അവസരമായി BJP ഉയർത്തിക്കാട്ടുകയാണ്. അങ്ങനെ വളരെ വലിയൊരു രാഷ്ട്രീയ നീക്കം ഈ വിഷയത്തിലൂടെ നടത്തി വോട്ടർ അധികാർ റാലിയിലൂടെ പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയ ആരോപണങ്ങളുടെ മുനയൊടിക്കാൻ കഴിയുമോ എന്നാണ് BJP ശ്രമിക്കുന്നത്. അങ്ങനെ ഒരു 5 മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു ബന്ദ് ഇപ്പോൾ ബീഹാറിൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ബീഹാറിൽ BJP JDU സഖ്യമാണ് ഭരിക്കുന്നത്. അതുകൊണ്ട് വളരെ ശക്തമായി തന്നെ ബന്ദ് ബീഹാറിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. 5 മണിക്കൂറിന് ശേഷം ഈ ബന്ദ് അവസാനിക്കും. ഓക്കെ, അതൊരു സൂചനയാണ് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ.